അപ്പോൾ ഇന്നെന്താ പരിപാടി എന്നല്ലേ, ഇന്ന് നമുക്ക് ഇതാ എന്നുള്ള പോലെ തന്നെ ഉണ്ട് കേട്ടോ, നമ്മളെ ഡ്യൂട്ടികളൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് മുളക് വറ്റിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എല്ലാ വീഡിയോയിലും പറയണ പോലെ അറിയാത്തവരായിട്ടും ഉണ്ടാവും, അങ്ങനെ ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കി. നമ്മൾ അച്ചാറിൻ്റെ പോലൊക്കെ തന്നെയാണ്, പക്ഷേ അച്ചാറിന് നമ്മൾ വെളുത്തുള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ, അതൊന്നുമില്ല. പുളി ഒഴിക്കുക, പുളിയിൽ ഈ മുളക് ഇട്ടിട്ട് വറ്റിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അതിൽ 2-3 സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊരു കൂട്ടാനായി നല്ല എരും പുളിയും ഒക്കെ ഉണ്ടാവും ചെയ്യും. അപ്പോൾ നമ്മൾ ചട്ടി ചൂടായതിന് ശേഷം കുറച്ച് 2 മണി കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കടുക് നല്ല പൊട്ടിയതിന് ശേഷം മുളക് ഇട്ടെടുക്കുക. മുളക് ഇട്ടെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ, മേത്തൊക്കെ അങ്ങോട്ട് തെറിച്ചും. അപ്പോൾ കുറച്ച് വിട്ട് നിന്നിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നല്ലോണം ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ 2 ഇല്ലി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, കായ ഇട്ട് കൊടുക്കുക. നമ്മൾ കായപ്പൊടിയാണ് നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ല, അപ്പോൾ ഞാൻ ഒരു ചെറിയ കഷ്ണം കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും കായും ഉപ്പൊക്കെ ആ മുളകിലിട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മൾ പുളി കുറച്ച് തോനെ ഇട്ട് കൊടുക്കണം. എന്താ വെച്ചാൽ വറ്റി വരണം കേട്ടോ, അത് വറ്റി എണ്ണ തെളിഞ്ഞ് വരണം. അപ്പോൾ അത് വരെ നല്ലോണം ഒന്ന് തിളച്ച് വെന്തോട്ടത് നല്ല വഴറ്റി കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് വറ്റി വെന്ത് വന്നതിന് ശേഷം ഒരു 1/2 സ്പൂൺ ശർക്കരപ്പൊടി ഇട്ടാ. പിന്നെ മധുരം അതൊക്കെ നമ്മൾ ആവശ്യത്തിന് എങ്ങനെ വെച്ചിട്ട് കൊടുക്കും. ഞാനൊരു 1/2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പൊടിച്ച് വെച്ച ശർക്കര ഉണ്ടായിരുന്നു, പൊടി ശർക്കര ഉണ്ടായിരുന്നു, അതൊരു 1/2 സ്പൂൺ ഇട്ട് കൊടുത്തിക്കണം. ഇതാ നല്ലോണം വറ്റി വന്നിട്ട് കേട്ടോ. ആ മുളകിൽ എരിവും പുളിയൊക്കെ, എരിവല്ല എന്താ പറയുക, പുളി ഉപ്പൊക്കെ നല്ല പൊടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഉലുവയും കടുകും കൂടെ നല്ല വറുത്ത് പൊടിച്ചതാണ്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വാങ്ങിയൊക്കെ അത്രയേ ഉള്ളൂ. നല്ല രസം ഉണ്ടാവും കേട്ടോ. ഉണ്ടാക്കാത്തതൊന്ന് ഉണ്ടാക്കി നോക്കി.